എടാ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ബേസിക് മാത്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ സാധാ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സെഷനാണ്. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന സെഷനാണ്. ഫ്രാക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പേര് പറയും? ഭിന്നസംഖ്യകൾ എന്ന് പറയും. എന്താണ് ഫ്രാക്ഷൻ, എന്താണ് ഭിന്നസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, എടാ, മുകളിലൊരു നമ്പരും താഴെ ഒരു നമ്പരും, മുകളിലൊരു നമ്പരും താഴെ ഒരു നമ്പരും ആയിട്ട് എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ മുകളിൽ എഴുതിയ നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. എന്താടാ? ന്യൂമറേറ്റർ എന്ന് പറയും. താഴെ എഴുതിയിരിക്കുന്ന ഈ നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയും. എന്താണ്? ഡിനോമിനേറ്റർ എന്ന് പറയും. മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ ന്യൂമറേറ്റർ, താഴെ എഴുതിയിരിക്കുന്ന നമ്പർ ഡിനോമിനേറ്റർ. അത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ഫ്രാക്ഷൻസിൽ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്ന 4 കാര്യങ്ങളാണ്. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ കൂട്ടാൻ പഠിക്കണം, കുറയ്ക്കാൻ പഠിക്കണം, ഗുണിക്കാൻ പഠിക്കണം, ഹരിക്കാൻ പഠിക്കണം. ഈ 4 കാര്യങ്ങൾ പഠിക്കണം. കേട്ടല്ലോ? അപ്പോൾ 4 പഠിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്തെ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇത് രണ്ടും എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിനും സബ്ട്രാക്റ്റ് ചെയ്യുന്നതിനും ഒരേ നിയമമാണ്. തുടങ്ങിയേക്കാം. വളരെ സിമ്പിൾ. ഒരു ഭിന്നസംഖ്യ തരുവാണ്, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ തരുവാണ്, 2/3 + 4/5 എന്നൊരു ചോദ്യം. ഇങ്ങനെ ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യാൻ, കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് തന്നിട്ടുള്ള നമ്പറുകൾ എന്താണോ അത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഗുണിക്കുക. എടാ, ഇങ്ങനെ 2 × 5 ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് എഴുതി തന്നെ പോവാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈൻ അല്ലെങ്കിൽ ചിഹ്നം എന്താണോ അതിടുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചിഹ്നം അല്ലെങ്കിൽ സൈൻ എന്താണോ അതിട്ടു. ഇനി രണ്ടാമത് ഇങ്ങനെ ഗുണിക്കുക. ഇങ്ങനെ ഗുണിക്കുമ്പോൾ എങ്ങനെ വരുവാ? 3 × 4 അല്ലേ? 3 × 4 വന്നു. കഴിഞ്ഞിട്ടില്ല. താഴെയുള്ള നമ്പർ എന്താണോ അത് ഗുണിച്ച് താഴെ എഴുതണം. നോക്കിയേ, താഴെയുള്ള നമ്പർ എന്താണോ അത് ഗുണിച്ച് താഴെ എഴുതണം. അപ്പോൾ ശ്രദ്ധിച്ചോ, താഴെയുള്ള നമ്പർ 3 × 5. ഇത്രേ ഉള്ളൂ. നോക്കിയേ, അപ്പോൾ ഇത് ഓർത്തിരുന്നാൽ മതിയടാ. ഇതിനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 2 ഫ്രാക്ഷൻസ് കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറഞ്ഞാൽ, കൂട്ടാനും കുറയ്ക്കാനും മാത്രം, ഗുണിക്കാനും ഹരിക്കാനൊന്നും അല്ല കേട്ടോ, കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഗുണിച്ചേക്കുക. അപ്പോൾ നോക്കി, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞേ 5 × 2 10 + 3 × 4 12 / 5 × 3 15 = 10ഉം 12ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വന്നു? 22/15 എന്ന് ആൻസർ വന്നു. അപ്പോൾ പഠിക്കാനുള്ള കാര്യം ഇവനാണ് പഠിക്കാനുള്ള കാര്യം. പഠിച്ചാടെ മക്കളെ, അവനെ ഒന്ന് പഠിച്ചാൽ മതി. അവനെ പഠിച്ചാൽ നിങ്ങൾ ഓക്കെയാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട്, വളരെ എളുപ്പത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ദേ നോക്കിയോ, വളരെ സിമ്പിൾ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/7 - -2/5. വേഗം പറഞ്ഞേ, എങ്ങനെയോ ചെയ്യണമെന്ന് പറഞ്ഞത്. ആദ്യം ഇങ്ങനെ ഗുണിക്കണം. ഞാൻ ഗുണിച്ച ആൻസർ എഴുതുവാണ്. 5 × 3 ചെയ്യണം. അപ്പോൾ 15 വന്നു, എഴുതി. മൈനസ് അതുപോലെ തന്നെ ഞാൻ ഇട്ടോട്ടാ. അടുത്തത് 7 × 2 ഇങ്ങനെ ഗുണിച്ചു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗുണിക്കണം. 7 × 2 എത്രയാണ്? 14 ഇനി എന്ത് ചെയ്യണം? താഴെ ഗുണിക്കണം. 7 × 5 എത്ര വന്നു? 35. കേട്ടല്ലോ? പഠിക്കേണ്ട കാര്യം ആദ്യം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ. ഇത്ര ഉള്ളടാ. സിമ്പിൾ അല്ലേ? അപ്പോൾ നോക്കിയോ, ആൻസർ എത്ര കിട്ടി? 15 ൽ നിന്ന് 14 കുറച്ചപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. താഴെ എത്രയാണ്? 35. സിമ്പിൾ അല്ലേടാ മക്കളെ? സിമ്പിൾ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഒരെണ്ണം കൂടി. 5/8 + 3/2. ചെയ്യാം. സിമ്പിൾ. പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഗുണിക്കുക. 5 × 2 എത്രയാണ്? 10. ചിഹ്നം എന്താണോ, സൈൻ എന്താണോ അത് തന്നെ ഇട്ടു. 8 × 3 എത്രയാടാ? 24 ഇത് ഗുണിച്ച് താഴെ എഴുതുക. 8 × 2 16. 24ഉം 10ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വന്നു? 34 ആൻസർ എത്രയാണ്? 16. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേടാ? കുറയ്ക്കാനുള്ളത് ഒരെണ്ണം കൂടി ചെയ്യണോ? ദേ നോക്കിയോ, 5/7 - 1/8. ചെയ്യാം. വേഗം പറഞ്ഞു. സിമ്പിൾ പരിപാടി.
ഇങ്ങനെ ഗുണിക്കുക അല്ലേ, ഇങ്ങനെ ഗുണിക്കുക. 8 × 5 എത്രയാടാ 40 സൈൻ ഇട്ടു. 7 × 1 എത്രയാടാ 7 ബൈ 8 × 7 എത്രയാടാ 56. ആൻസർ എത്ര കിട്ടി? 40 - 7 എന്ന് പറയുന്നത് 33/56. എളുപ്പമല്ലടാ മക്കളെ, എളുപ്പമല്ലടാ? ഭയങ്കര 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 എളുപ്പം അല്ലേ, ഭയങ്കര എളുപ്പം. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരുവാണ്. നിങ്ങളത് ചെയ്ത് ആൻസർ കമൻറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ ചെയ്തിരിക്കണം, കമൻറ്റ് ചെയ്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ആൻസർ ചെയ്തിരിക്കണം. 3/2 + 5/7. ഇതിൻ്റെ ആൻസർ എത്രയാണെന്നൊന്ന് ചെയ്ത് നോക്കണം കേട്ടല്ലോ. 6/5 - 1/3. ഇതിൻ്റെയും ആൻസർ എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കണം കേട്ടല്ലോ. നിർബന്ധമായിട്ടും ചെയ്യണം. കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാതിരിക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിർബന്ധമായിട്ട് ഇത് ചെയ്ത് നോക്കുക. വെറുതെ ഇത് കണ്ടിരുന്നാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലായില്ല, അവിടെ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പർ കഷ്ണത്തിൽ വെറുതെ ഒന്ന് ചെയ്ത് നോക്കണം, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അടുത്ത പാർട്ട്.